ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ അശ്വതി ഹബി. ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ഡെയിലി വ്ളോഗാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഡെയിലി വ്ളോഗിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്നും ഞാൻ എൻ്റെ പൂച്ചക്കുട്ടിയായ കിട്ടുവിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ തുടങ്ങുന്നതായിരിക്കും. കിട്ടു ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ്, ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ സ്കൂളിൽ പോകാത്തതുകൊണ്ട് ഞാൻ എണീച്ചപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും സോയാബീൻ കറിയുമാണ്. അപ്പം നമുക്ക് കഴിക്കാം. അപ്പം നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു തുടങ്ങാം. ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളെല്ലാവരും കഴിച്ചല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും കഴിച്ചിട്ട് വരാം. കഴിച്ച് കഴിഞ്ഞിട്ട് അടുക്കളയിലോട്ട് വന്നപ്പോഴത്തേക്കും അമ്മ നല്ല ജോലിയിലാണ്. എന്തൊക്കെയോ പണി ചെയ്യുന്നത് നമുക്ക് നോക്കാം. കണ്ട ഗൈസ്, കെട്ടപ്പൻ എന്തിനാക്കയ്യോ വെറുതെ കിടന്ന് വിളിച്ചോണ്ടിരിക്കണം എന്നും പറഞ്ഞ്. അമ്മ ഇവിടെ പൊരിച്ചമീൻ ഉണ്ടാക്കുന്നു. ആ മീനിൻ്റെ മണം കേട്ടത് ഇവിടെ ഒരുത്തം കിടന്ന് ഭയങ്കര വെളിയിലാണ്. കിട്ടു കണ്ട, സ്വൈര്യം തരുന്നില്ല, വിളിയോട് വിളിയാണ്. അമ്മ ഇതാ മീൻ പിടിക്കുകയാണ്. ഞാനിവിടെ കഴിച്ചിട്ടിരിക്കുമ്പോൾ അമ്മ എന്തൊക്കെയോ ജോലി ചെയ്യുന്നു. ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ അമ്മ ഇവിടുത്തെ ചെടിയിൽ നിന്ന് എന്തൊക്കെയോ പറിക്കുന്നുണ്ട്. അത് ചെടി വെട്ടുകയാണ്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ അമ്മയുടെ കൃഷികളാണ്. കണ്ടു, എൻ്റെ പേരെന്തോന്നു, ശംഖുപുഷ്പം. ഈ പൂ കൊണ്ടാണ് ഞാൻ അന്നൊരു ദിവസം ഒരു ജ്യൂസ് മേക്കിങ് ഇട്ടത്. കാടൊക്കെ കൂടി അതപ്പോൾ അമ്മ വെട്ടിക്കൊണ്ടിരിക്കണം. ഞാൻ നിങ്ങൾക്ക് ഇവിടെയുള്ള കുറച്ച് പച്ചക്കറികളുണ്ട്, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് പച്ചക്കറിയല്ല, ഇത് ഒരു പൂവാണ്, ശംഖുപുഷ്പം പൂവ്. പിന്നെ ഔഷധ ചെടി. പിന്നെ നമുക്ക് വന്നിട്ട് ഇവിടെ കറിവേപ്പുണ്ട്. ഇതുണ്ട്, നല്ല കറിവേപ്പുണ്ട്. വലിയ കറിവേപ്പിലൊക്കെ ഉണ്ട്. അതിൽ കുറച്ചേ ഉള്ളൂ. നമ്മൾ ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ കറി വയ്ക്കാനായിട്ട് എടുക്കുന്ന കറിവേപ്പില. ഇത് നമ്മൾ ബിരിയാണി, ചിക്കൻ ബിരിയാണി കറി, ചിക്കൻ കറിക്കൊക്കെ ഇടുന്ന രമ്പ ഇലയാണ് ഇത്. ഇവിടെ നിറയെ ഉണ്ടായിരുന്നു. ഇതുണ്ട് മഞ്ഞൾ നമ്മുടെ മുഖത്തൊക്കെ തേക്കുന്നില്ലേ, അല്ലാതെ മഞ്ഞൾ. പിന്നെ നമ്മുടെ കറ്റാർ വാഴയുണ്ട്, 2 കറ്റാർ വാഴയുണ്ട്. ഇതൊന്ന്, ഇത് 2ാമത്തെ കറ്റാർ വാഴ. ഇത് ശോഷിച്ചു പോയി ഗൈസ്. പക്ഷെ ഇത് നല്ല കത്തിനിപ്പുണ്ട്. ഈ കറ്റാർ വാഴ നല്ല, നമ്മളിവിടെ ഉള്ളവരെല്ലാത്തിനും ആവശ്യമുള്ള, നമ്മൾ തലയിൽ തേക്കാൻ എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഒരു ചെടി, അലോവേറ. പിന്നെ ഇത് എന്താണ്, എൻ്റെ പേരെന്തോന്നായിരുന്നു, വേപ്പില. പിന്നെ വന്നിട്ട് ഒരു സാധനമുണ്ട്, വേറൊന്നുമല്ല, നമ്മുടെ പുളിഞ്ചിക്ക ഇവിടെ നിറയെ പിടിച്ചിരിക്കുകയാണ്. ഇപ്പം നേരത്തെ ഇതിൽ നിന്ന് അമ്മ ഒരു പുളിഞ്ചിക്ക പറിച്ച് കാണിച്ചു തന്നെ. അതാണെങ്കിൽ എന്തൊരു വലിയ പുളിഞ്ചിക്കയാണ്. ഇതൊക്കെ കണ്ട വലിയ പുളിഞ്ചിക്ക. ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇവിടെ നിറയെ പുളിഞ്ചിക്ക, അതെ മണ്ടയിലായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് പുളിഞ്ചിക്ക. പിന്നെ ഇവിടെ വാഴയിലുണ്ട്, പട്ടയുണ്ട്, പട്ടമരമുണ്ട്. ഇതാണ് നമ്മുടെ പട്ടമരം. ഇതൊക്കെയാണ് ഇവിടെയുള്ള പച്ചക്കറീസ് ആൻഡ് വേറെ അല്ലറച്ചില്ലറ സാധനങ്ങൾ. അപ്പോൾ വേറൊരു കൂടെ ഉണ്ട്, നമ്മൾ എല്ലാവരുടെ വീട്ടിലും കാണപ്പെടുന്ന ഒരു ചെടിയായ പച്ചമുളകുണ്ട്. പച്ചമുളക് കാണിച്ചു തരാം.
പച്ചമുളകല്ല, വെള്ള കാന്താരി. അത് തന്നെ. ഇവിടെ നിറയെ ഉണ്ട് കേട്ടോ വെള്ളക്കാന്താരി. പിടിച്ചു കിടന്നാണ്. അതിന്റെ പുറത്തുകൂടെയാണ് ശംഖുപുഷ്പവും കോവയ്ക്കെല്ലാം കൂടി കയറിയിട്ട്. യെസ്, ഇവിടെ ഒരുത്തി ചോറൊക്കെ കഴിച്ചിട്ട് ദേ ഉറക്കുക. ഡോറ 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 മോള്. ഇവളുടെ മകനായ സ്കൂബി മോനാണ് മരിച്ചത്. ഇവക്ക് 7 കുട്ടികളുണ്ടായിരുന്നേ. അതിൽ രണ്ട് പെൺകുട്ടികളുണ്ടായിരുന്നു. ബാക്കിയുള്ളതൊക്കെ ആൺകുട്ടികൾ. അപ്പം 2 പെൺകുട്ടികളെ കളഞ്ഞു. 2 കളഞ്ഞു. കളഞ്ഞല്ല, തെറ്റിപ്പോയി. ഇവിടെ ഉള്ളൊരു ആൻറ്റിയുടെ സഹോദരൻ കൊണ്ടുപോയി വളർത്തി. ബാക്കിയുള്ളത് 2 എണ്ണത്തിന് ഇവിടെ എടുത്തു. ബാക്കിയുള്ളതിനെയൊക്കെ വേറെ കുറച്ച് ആൾക്കാരൊക്കെ കൊണ്ടുപോയി. അങ്ങനെ ഇവിടെ ഇപ്പം 2 പേരുണ്ടായിരുന്നതിൽ സിംബയും സ്കൂബിയും. അതിൽ സ്കൂബിയും ചത്തുപോയി. എത്ര ദിവസമായിരുന്നു? മെനഞ്ഞാന്നില്ലേ? 4 ദിവസം. വെരി സാഡ്. പിന്നെ ഇവിടെ സ്കൂബിയും സിംബയും ഡോറയാണ് ഇനി ഇവിടെ ഉള്ളത്. ഡോറ 7 കുട്ടികളുടെയും അമ്മ. ഇതെന്തിന് അമ്മ? ഇതെന്ത് ചെയ്തു? തക്കാളി. ആ സംഭവമുണ്ട്. തക്കാളി. ദിസ് ഈസ് തക്കാളി. ഇത് കോവയ്ക്കാണ്. ശോഷിച്ചു പോയി കോവയ്ക്കൊക്കെ. സിംബക്കുട്ടൻ വരുന്നു. സിംബ ഇങ്ങ ബാ, ആടി ബാ. ഇതായിട്ട് ഇവിടെ എന്താ പട്ട മരത്തിൽ നിന്ന് പട്ട വെട്ടിയെടുക്കുന്ന വീഡിയോ. പട്ട വെട്ടിയെടുക്കാൻ കാണിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഇവിടുത്തെ കാടും വെട്ടുന്നു. അല്ല, ഈ മൂട്ടി കിടക്കുന്ന ഇലയൊക്കെ വെട്ടിക്കളയണം അമ്മ. അത് അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ വളരും. കണ്ടോ, ഇവിടെ ഒരു ചെറുതായിട്ട് ഇതിൻ്റെ പേരെന്തിരിക്കുന്നു, പുളിഞ്ചീര തൈ വന്നിരിക്കുന്നു. ഈ പട്ടയില വെച്ച് വയണയപ്പം ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ്. എനിക്കിഷ്ടമാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളേ എനിക്കിഷ്ടമാണ്. ദിസ് ഈസ് പട്ടയുടെ ഇല. ഇതാണ് പട്ടയുടെ ഇല. പക്ഷെ അത് കണ്ടോ, ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടാൽ വയണയില പോലെ തോന്നും. പക്ഷെ ഇത് വയണയിലല്ല, പട്ടയാണ്. ഇതിപ്പോൾ ഇവിടെ വെച്ച് വെട്ടി. പിന്നെ അടുത്തതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ വീട്ടിൻ്റെ പുറത്തുകൂടെയാണ് പട്ട വീണ് നടക്കുന്നത്. ഇപ്പത്തൊരു വീടുണ്ട്. ആ വീട്ടിൻ്റെ പുറത്തുകൂടി ഇത് വളർന്നു വന്നിട്ട് ഐസ്ക്രീം വണ്ടി പോയിക്കളന്ന് വന്നിട്ട് പട്ട വെട്ടൽ പരിപാടി തുടങ്ങുകയാണ്. ഇവിടെയൊക്കെ ഇവിടെ വന്നിട്ട് ആരൊക്കെ വെട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ഈ ഭാഗത്തൊക്കെ വെട്ടി. അമ്മയും വെട്ടും, പിന്നെ വേറെ ആരെങ്കിലൊക്കെയും വെട്ടും. എന്നിട്ട് താഴ്ന്നേ ഉള്ളു, മുകളിലോട്ടൊന്നുമില്ല. താഴ്ന്ന് വെട്ടുക. സൂക്ഷിച്ച് വെട്ടണം. പിച്ചാത്തി പേർക്കുണ്ടാവും. സൂക്ഷിച്ച് വെട്ടില്ലെങ്കിൽ പണി കിട്ടും. മുറിക്കുമ്പോൾ തന്നെ നല്ല മണമാണ്. നല്ല മണമാണ്. ഈ ടേസ്റ്റ് മണപ്പിച്ചോട്ടെ. ഒന്നാമത്തെ പട്ട. പക്ഷെ ഇത് വെട്ടുന്ന സമയത്തൊക്കെ വയണയിലയുടെ ചെറിയൊരു വയണയിലയുടെ. പക്ഷെ ഇത് ഫസ്റ്റ് ഇവിടെ പിടിച്ച സമയത്ത് വയണയായിരിക്കും എന്ന് പറഞ്ഞിട്ട് വയണ അപ്പം ഉണ്ടാക്കി. അമ്മ വയണയപ്പം ഉണ്ടാക്കി. ഞാനല്ല ഉണ്ടാക്കിയത്. അല്ലേ? അമ്മയല്ല, വേറെ ആരാണ് ഉണ്ടാക്കിയത്. അപ്പുറത്ത് ബിന്ദു വെച്ചില്ല. എൻ്റെ അപ്പച്ചിയുടെ അവിടെ, ബിന്ദു എന്ന് പറഞ്ഞ അപ്പച്ചിയുടെ അവിടെ ഉണ്ടാക്കിയത്. പക്ഷെ വയണയില വെച്ചിട്ട് ഈ ഇല വെച്ചിട്ട് വയണയപ്പം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് എന്ന് പറഞ്ഞാൽ ഈ കുമ്പിളപ്പം എന്നൊക്കെ പറഞ്ഞു. അതുണ്ടാക്കിയപ്പോഴത്തേക്ക് ആ കറക്റ്റ് മസാലയുടെ ടേസ്റ്റില്ലേ, എനിക്കന്ന് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ്. പക്ഷെ ഇത് പട്ട ഇത് ഉണങ്ങി വരുമ്പോഴത്തേക്ക് കറക്റ്റ് ആ പട്ടയുടെ മണമാണ്. അതുപോലെ തന്നെ ഈ ഇതിൻ്റെ ഇല ഉണ്ടല്ലോ, അപ്പം ഞാൻ വെട്ടി കിട്ടില്ല. ഈ ഇല
കാണിച്ചു. ഈ ഇല നമ്മൾ ഇറച്ചിക്കറി വയ്ക്കുമ്പോഴായാലും ഉള്ളിക്കറിയൊക്കെ വയ്ക്കുമ്പോൾ ഈ ഇല ഇങ്ങനെ ഞാൻ പറിച്ചിട്ട് മസാലയൊന്നും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കൊണ്ടുവന്നിട്ട് കൂട്ടുകാരി, കീറിയിടുമായിരുന്നു. നമ്മൾ സോയാബീൻ കറി ഉണ്ടാക്കുമ്പോഴോ ഉള്ളിക്കറി ഉണ്ടാക്കുമ്പോഴൊക്കെ ഈ ഇല ഇട്ടുണ്ടല്ലോ കറക്റ്റ് ചിക്കൻ കറിയുടെ ആ ഒരു ടേസ്റ്റും മണവും നമുക്ക് ആ കിട്ടും. മസാലയുടെ കറക്റ്റ് മണം കിട്ടും. പച്ച ഇല ഇട്ടാലും മതി. ചിക്കൻ കറിയുടെ കിട്ടും. മസാല ഇല്ലാത്തപ്പോൾ ഈ ഇല ഇവിടെ വന്ന് പിച്ചിട്ട് ഇടാറുണ്ട്. ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇവിടെ സോയാബീൻ കറി വയ്ക്കുകയാണെങ്കിൽ ഞാൻ വിചാരിക്കും ചിക്കൻ കറിയാണോ എന്ന് ഇവിടെ നിന്ന്. പക്ഷെ അത് സോയാബീൻ ആയിരിക്കും. ഇത്ര കിട്ടി വെട്ടിയെടുത്തിട്ട് ഞാൻ ഉണക്കി സൂക്ഷിച്ച് വയ്ക്കും. നമുക്ക് ആവശ്യത്തിന് ചിലപ്പോൾ പൊടിച്ച് വയ്ക്കും, ചിലപ്പോൾ ഇതുപോലെ തന്നെ വയ്ക്കുമ്പോൾ കൈ മുറിഞ്ഞുണ്ടോ. അതിനിടയ്ക്ക് അമ്മ കൈ മുറിച്ചു. തൊലിയളവി തൊലിയളവി കണ്ടോ, തൊലി ഇളക്കി ആണിത് വെട്ടുമ്പോൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് ഇത് വരുന്നുണ്ട് മുറി. അത് പിച്ചാത്തി മൂർച്ചയുള്ളതായതുകൊണ്ട് പിച്ചാത്തി അങ്ങ് താഴ്ത്തിട്ട് നമ്മുടെ പയ്യെ മുറിക്കും. പപ്പ വന്നു. ഞങ്ങളിവിടെ പട്ട വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും എൻ്റെ ഡാഡി കൂടെ വന്നിരിക്കുന്നു ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനായിട്ട്. ഇതിനാണ് പറയുന്നത്. കൂട്ടുകാരി, ഇവിടെയും കുറച്ച് കൃഷിയുണ്ട്. അവിടെ നോക്ക്, നമ്മുടെ കാസ്പർ നോക്ക്. ഇത് ചീരയുണ്ട്, ഇവിടെയും കറ്റാർവാഴയുണ്ട്. പിന്നെ തക്കാളി ഇവിടെ ബേക്കിലുണ്ട് കേട്ടോ. നമ്മളിവിടെ വീഡിയോ എടുക്കുമ്പോൾ ഇവിടെ ഇതിൻ്റെ ഒറ്റം വരുന്നു നമ്മുടെ അടുത്ത് കിട്ടും. വീഡിയോ എടുക്കാൻ പോസ്റ്റൊക്കെ ചെയ്യും കേട്ടോ. ചന്തക്കാരെ ഉച്ചയായിരിക്കുന്നു. നമുക്ക് എന്തായാലും ഇനി കഴിക്കാൻ പറ്റത്തും. അപ്പോൾ നമുക്കിന്ന് എന്തൊക്കെയാണ് കഴിക്കാനുള്ളതെന്ന് നോക്കാം. നമുക്ക് ചോറെടുക്കാം. ഞാൻ കുറച്ച് ചോറ് കഴിക്കത്തുള്ളൂ. ഇന്ന് കറി എന്താണെന്ന് നോക്കാം. അപ്പം ഇന്ന് കറി അയല, തേങ്ങ അരയ്ക്കാത്ത അയല മുളകിട്ട കറിയാണ്. അയല മീൻ. പിന്നെ നമുക്ക് പൊരിച്ച മീൻ. നമുക്ക് കഴിക്കാം. അപ്പോൾ ഗൈസ് ഞാൻ കഴിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഗൈസ് വൈകിട്ട് എനിക്ക് ട്യൂഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ട്യൂഷന് പോയിട്ട് വരാം. അപ്പോൾ ഗൈസ് ട്യൂഷന് പോയിട്ട് വന്നപ്പോഴേക്കും നമുക്ക് കടയിൽ പോകണം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മൂന്നാല് ഒഴിഞ്ഞ് വിട്ട് കടയിൽ പോകുവാണ്. നമ്മളിവിടെ രക്ഷപ്പെടില്ല. കേസ് അപ്പോൾ നമ്മൾ അരി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. കേസ് അരിയൊക്കെ വെള്ളം നമ്മളെ തമ്പു പതിപ്പിച്ച ആളിരിക്കുന്നു. ഇവിടെ ബാക്കിലൊക്കെ സാധനങ്ങൾ
കയറിയിട്ട് വന്നപ്പോൾ പപ്സ് വാങ്ങിയില്ലേ, നമുക്ക് പപ്സ് കഴിക്കാം. ഞാൻ കഴിച്ചിട്ടുള്ള സൂപ്പർ പപ്സ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി എന്തായാലും ഞാൻ കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യണം. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സീ യു.